ഫോക്കസ് വേൾഡ് സ്വാഗതം. പുതിയൊരു അധ്യായത്തിലേക്ക്. ഉപേക്ഷിക്കപ്പെട്ട റഷ്യൻ ഉപഗ്രഹം റിസർച്ച് P1 100-ലേറെ കഷ്ണങ്ങളായി പൊട്ടിത്തെറിച്ചു. രാജ്യാന്തര ബഹിരാകാശ നിലയത്തിന് സമീപത്തുള്ള ഭ്രമണപഥത്തിൽ വെച്ചായിരുന്നു സംഭവം. ഇതോടെ നിലയത്തിലെ US ഗഗനചാരികൾ 1 മണിക്കൂറോളം പേടകത്തിൽ അഭയം തേടിയതായി നാസ അറിയിച്ചു. ഈ ഭൂനിരീക്ഷണ ഉപഗ്രഹം 2022-ലാണ് ഡീകമ്മീഷൻ ചെയ്തത്. പൊട്ടിത്തെറിയുടെ കാരണം വ്യക്തമല്ല. ബുധനാഴ്ച രാത്രിയും വ്യാഴാഴ്ച പുലർച്ചെയുമായി ഉപഗ്രഹത്തിൽ നിന്ന് അവശിഷ്ടങ്ങൾ പുറത്തേക്ക് വരുന്നതിന്റെ ദൃശ്യങ്ങൾ US റഡാറുകളിൽ പതിഞ്ഞിട്ടുണ്ട്. കെനിയ പാർലമെന്റ് വിവാദമായ നികുതി വർധന ബില്ലിന് അനുമതി നൽകിയതിനെ തുടർന്ന് വൻ പ്രതിഷേധം. പാർലമെന്റ് വളപ്പിലേക്ക് തള്ളിക്കയറിയ പ്രതിഷേധക്കാർ പോലീസുമായി ഏറ്റുമുട്ടി. പാർലമെന്റ് മന്ദിരത്തിന് തീയിട്ടു. പുതിയ നികുതി നിർദ്ദേശത്തിനെതിരെ രാജ്യവ്യാപക പണിമുടക്കിന് ആഹ്വാനം ചെയ്തു. പ്രസിഡന്റ് വില്യം റൂട്ടോ ഉടൻ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടു. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ വലയുന്ന രാജ്യത്തെ യുവാക്കൾ നേതൃത്വം നൽകുന്ന പ്രക്ഷോഭത്തിന് ജനപിന്തുണ കൂടുകയാണ്. US പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടക്കുന്ന പ്രസിഡന്റ് ജോ ബൈഡൻ ഡൊണാൾഡ് ട്രംപ് ആദ്യ സംവാദം ചൊവ്വാഴ്ച. സംവാദത്തിൽ ഗർഭചിത്രാവകാശം പ്രധാന വിഷയമാകും. 2 വർഷം മുൻപ് US സുപ്രീം കോടതി ഗർഭചിത്രത്തിനായുള്ള ഭരണഘടനാപരമായ അവകാശങ്ങൾ റദ്ദു ചെയ്തിരുന്നു. തുടർന്ന് വലിയ പ്രതിഷേധ സമരങ്ങളാണ് രാജ്യത്ത് അരങ്ങേറിയത്. ട്രംപിന്റെ റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് പല സംസ്ഥാനങ്ങളിലെയും ഭൂരിപക്ഷം നഷ്ടപ്പെടാനും ഇത് കാരണമായെന്ന വിലയിരുത്തൽ ഉള്ളതുകൊണ്ട് തന്നെ ചൊവ്വാഴ്ച നടക്കാനിരുന്ന സംവാദത്തിലെ നിലപാടുകൾ തെരഞ്ഞെടുപ്പിൽ നിർണായകമാകും. ബ്രിട്ടന് പിന്നാലെ അയർലൻഡിൽ മേയറായി മലയാളി. സൗത്ത് ഡബ്ലിൻ കൗണ്ടി കൗൺസിലറിന്റെ പുതിയ മേയറായി അങ്കമാലി സ്വദേശിയായ ബേബി പെരേപ്പാടിനെ തിരഞ്ഞെടുത്തു. അയർലൻഡിൽ ഇതാദ്യമായാണ് ഒരു ഇന്ത്യൻ വംശജൻ മേയർ സ്ഥാനത്തേക്ക് എത്തുന്നത്. ബേബി പെരേപ്പാടിനെ സൗത്ത് ഡബ്ലിൻ കൗണ്ടി കൗൺസിലറിന്റെ മേയറായാണ് തിരഞ്ഞെടുത്തത്. അമേരിക്കയുമായുള്ള പെട്രോ ഡോളർ കരാർ പുതുക്കില്ലെന്ന തീരുമാനവുമായി സൗദി അറേബ്യ. 80 വർഷത്തേക്ക് ഒപ്പുവെച്ച കരാർ ജൂൺ 9-നായിരുന്നു പുതുക്കേണ്ടത്. കരാർ പുതുക്കാതെ വരുന്നതോടെ അമേരിക്കൻ ഡോളറിന് പകരം ചൈനീസ് RMB, യൂറോ, യെൻ, യുവാൻ എന്നിവ ഉൾപ്പെടെ വിവിധ കറൻസികളിൽ എണ്ണയും മറ്റു സാധനങ്ങളും വിൽക്കാൻ സൗദി അറേബ്യക്ക് കഴിയും. കൂടാതെ ബിറ്റ്കോയിൻ പോലുള്ള ഡിജിറ്റൽ കറൻസികളെ പരിഗണിക്കാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. കരാർ പുതുക്കാത്തത് ആഗോള സാമ്പത്തിക വ്യവസ്ഥയിലുള്ള അമേരിക്കൻ മേധാവിത്വത്തിന് കനത്ത തിരിച്ചടിയാകും. കരാറിൽ നിന്ന് 1/2 നൂറ്റാണ്ടിന് ശേഷമാണ് സൗദിയുടെ പിന്മാറ്റം. പുതിയ കാഴ്ചകളുമായി അടുത്ത വാരത്തിൽ.